സൈക്കിൾ യജ്ഞ വേദിയിലേക്ക് പോകുന്നു. സൈക്കിൾ യജ്ഞം അപ്പോൾ തിളച്ച് മറിയുന്ന പാലക്കാടൻ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സൈക്കിൾ യജ്ഞക്കാരെന്ന് പാലക്കാട്ടായിരുന്നു. പാലക്കാട്ടൂടെ ചവിട്ടി അവർ അട്ടപ്പാടി ഊരിലേക്ക് എത്തി. അട്ടപ്പാടി ഊരിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അട്ടപ്പാടി ഊരിൻ്റെ ജീവിതങ്ങളൊക്കെ മനസ്സിലാക്കി. പാലക്കാടൻ ജീവിതങ്ങളെ അടുത്തറിഞ്ഞു സൈക്കിൾ യജ്ഞക്കാർ. അടുത്തറിഞ്ഞ കാര്യങ്ങൾ ദാ നമ്മളോട് പറയുകയാണ് നമ്മുടെ സൈക്കിൾ യജ്ഞക്കാർ. പാലക്കാട് അട്ടപ്പാടിയിലെ അഗളിക്ക് അടുത്തുള്ള താഴെ സാമ്പാർകോട് ഊര്, അവിടെയാണ് ഞങ്ങളിവിടെ ഉള്ളത്. ഇങ്ങോട്ടുള്ള വരവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും നല്ല ഭംഗിയുള്ള സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാം, ഇവിടെ നല്ലൊരു ചോലയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടുള്ള വരവ് വലിയ കഷ്ടമാണ്. ഒരു മുള കൊണ്ടുള്ളൊരു പാലം മാത്രമാണ് ഈ ഊരിനെ പുറം ലോകമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നമ്മൾ ഈ തൽക്കാലം കഷ്ടപ്പെട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇവരുടെ ഒരു ജീവിതം. ഈ ജീവിതത്തെക്കുറിച്ചാണ് നമുക്കിനി കാണാൻ പോകുന്നത്, അവരുടെ വിശേഷങ്ങളും. ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா ஏலமர தோப்புக்குள்ளே புள்ளே ரங்கம்மா மாலு கட்டி ஆடலாமா புள்ளே ரங்கம்மா ஆலமர தோப்புக்குள்ளே புள்ளே ரங்கம்மா மாலு கட்டி ஆடலாமா புள்ளே ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா திலேலேலேலேலேலோ புள்ளே ரங்கம்மா. അക്ക ഇങ്ങ് എന്താണ് ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം? ശരിക്കുള്ള പ്രശ്നം വെള്ളത്തിൻ്റെ പാലത്തിൻ്റെ. എത്ര വർഷമായി പ്രശ്നം തുടങ്ങി? ഇത് കുറേ കാലമായി. ഈ വീട് കെട്ടുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അഗാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള. അപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് വരെയാണ്, വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യില്ല. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇവരൊക്കെ കണ്ട് നമ്മൾ പഠിക്കണം. ഇവർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആഹ്ലാദിച്ച് ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് തന്നെ സന്തോഷമായിട്ടാണ് ഇവർ പോണല്ലേ. മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും ഇവിടേക്കാണ് അധികാരികൾ എത്തുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ, അതൊന്നും സത്യം പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് അറിയില്ല. പക്ഷേ അത് അധികാരികൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയെങ്കിലും ഒരു ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ഉടൻ തന്നെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.